ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള സുവിശേഷ ഭാഗമാണ് തിരുസഭ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുന്നത്. ഈശോനാഥൻ ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ ശിഷ്യൻ ആവുക എന്നത് ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു ജീവിത അവസ്ഥയാണെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മതിമറക്കേണ്ടതല്ല, എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ മാത്രം മതിയെന്ന് ഉറച്ചു പറയേണ്ടതാണ് ശിഷ്യത്വം. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആവുക എന്നത് ഒരുവൻ്റെ അവസാനത്തെ സാധ്യതയല്ല, മറിച്ച് ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം ഈശോയുടെ ശിഷ്യരാവുന്നത്. എല്ലാ മനുഷ്യരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവകൃപയിലായിരുന്ന് ആ ദൈവവിളി എന്താണ്, ഏതാണ് എന്ന് കണ്ടെത്തേണ്ടത് ഒരുവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ എന്താണോ അത് ദൈവത്തിൻ്റെ കൃപയിലാണ്. നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവവിളിയെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥവും ആഴവും കണ്ടെത്താം. ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ജീവിത അവസ്ഥയുടെ ആനന്ദം കണ്ടെത്തുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ട അടിസ്ഥാന മനോഭാവം, ക്രിസ്തു ശിഷ്യൻ ഒരു ശിശുവിനെ പോലെ ആയിരിക്കണം. ശിശു അതിൻ്റെ മാതാവിനെ വിശ്വസിക്കുന്നത് പോലെ ഒരുവൻ ഉള്ളിലെ അഹത്തെ പാടെ ഉപേക്ഷിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ലോകത്തിൻ്റേത് അല്ലാതായി മാറണം. ദൈവിക പ്രേരണകളാൽ നയിക്കപ്പെടുവാനും സാധിക്കണം. യേശുവിൻ്റെ ശിഷ്യൻ ആവുക എന്നത് യേശുവിനെ പ്രതി എന്തും ഉപേക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാകുക എന്നതാണ്. അത് ചിലപ്പോൾ ഭൗതികമായ കാര്യങ്ങളാവാം, സ്ഥാനമാനങ്ങളാവാം, ചില ബന്ധങ്ങളാവാം, നമ്മുടെ ചെറുതും വലുതുമായ പിടിവാശികളാകാം, നാം ഒത്തിരി ആഗ്രഹിച്ച് സ്വന്തമാക്കിയ നേട്ടങ്ങൾ വരെ ആവാം. നാം നേടിയതിനേക്കാൾ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എന്ന ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ട് നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം അറിയാതെ ഈശോയുടെ ശിഷ്യരായിട്ട് മാറുന്നു. അതോടൊപ്പം ഈശോ ആഗ്രഹിച്ച ദൈവരാജ്യം ഭൂമിയിൽ പണിതുയർത്തുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവീക കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ ജീവിത അവസ്ഥയിൽ ദൈവത്തിനുള്ള പദ്ധതി മനസ്സിലാക്കുവാനും എന്തിനേക്കാൾ ഉപരി ഈശോയെ സ്നേഹിക്കുവാനും അങ്ങനെ ഈശോയുടെ ഉത്തമ ശിഷ്യരായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.